ഇന്ന് രണ്ട് വലിയ സന്തോഷങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് ലോക മാതൃഭാഷാ ദിനമാണ് എന്നുള്ളതാണ്. ഈ ദിനത്തിനെ വളരെ ഒരു വലിയ ഭാഗ്യമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ വർഷം എൻ്റെ ഒരു പുസ്തകം, എൻ്റെ ആദ്യത്തെ മലയാളത്തിലുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. എങ്കിലും ലോക മാതൃഭാഷാ ദിനമാണ് എന്നുള്ളതാണ് അതിലും വലിയ സന്തോഷം എന്ന് പറയുന്നത്. 1999 മുതലാണ് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുവാൻ യുനെസ്കോ തീരുമാനിച്ചത്. 2008 ലോക ഭാഷാ വർഷമായിട്ട് നമ്മുടെ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുകയുണ്ടായി. 2000 മുതലായിട്ടാണ് ഈ ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. ശരിക്ക് ഈ ലോക മാതൃഭാഷാ ദിന ആചരണം തുടങ്ങുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് 1952 നടന്ന ഒരു സമരമാണ്. ഈ സമരം നടന്നത് പാകിസ്ഥാനിലാണ്. അന്ന് നമ്മുടെ ഇന്നത്തെ ബംഗ്ലാദേശൊക്കെ പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള ഒരു രാജ്യമായിരുന്നു. 1952 പാകിസ്ഥാനിലെ ദേശീയ ഭാഷയായിട്ട് ബംഗ്ലാ കൂടി അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾ ധാക്ക കേന്ദ്രീകരിച്ച് സമരം ചെയ്യുകയും പാകിസ്ഥാൻ ഈ സമരത്തെ അതിക്രൂരമായിട്ട് അടിച്ചമർത്തുകയും വെടിവെപ്പ് നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ 4 വിദ്യാർത്ഥികൾ ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. ആ വെടിവെപ്പ് നടന്ന വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത് ഒരു ഫെബ്രുവരി 21 സ്വന്തം മാതൃഭാഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ രക്തസാക്ഷികളുടെ സ്മരണയായിട്ടാണ് ലോക മാതൃഭാഷാ ദിനം ആചരിച്ച് തുടങ്ങുവാൻ യുനെസ്കോ തീരുമാനിച്ചത്. ഇത് ഈ ഒരു രക്തസാക്ഷി ദിനത്തിൻ്റെ സ്മാരകം ബംഗ്ലാദേശിൽ ഷഹീദ് മിനാർ എന്ന പേരിലുണ്ട്. ധാക്കയിലാണ്. എല്ലാ വർഷവും ബംഗ്ലാദേശിലുള്ള ആൾക്കാരും ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരും ഒക്കെ ചേർന്ന് ഈ ഷഹീദ് മിനാറിൽ പുഷ്പാർച്ചന നടത്തി ലോക മാതൃഭാഷാ ദിനത്തെ ആചരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ സാംസ്കാരിക പൈതൃകം നിലനിൽക്കേണ്ടത് അവിടുത്തെ ഭാഷയിലൂടെയാണ് എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് യുനെസ്കോ ലോക മാതൃഭാഷാ ദിനം ആഘോഷിക്കുവാനായിട്ട് ഉദ്ബോധിപ്പിച്ചതും 2000 മുതൽ തന്നെ ലോകത്താകമാനമുള്ള ജനങ്ങൾ അവരവരുടെ ഭാഷയെ ബഹുമാനിച്ച് സ്നേഹിച്ച് ഈ ദിവസം കൊണ്ടാടുകയും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കാരണം ലോക മാതൃഭാഷാ ദിനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ജന്മദിനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ലോക മാതൃഭാഷാ ദിനത്തിൽ തന്നെ ജന്മദിനം കൂടി വന്നതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങളോട് പങ്കുവയ്ക്കുകയും എൻ്റെ ജന്മദിനം എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിലൂടെ ഞാൻ തന്നെ ആശംസിക്കുകയും ലോക മാതൃഭാഷാ ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷിക്കുവാനുള്ള അവസരമുണ്ടാകട്ടെ, ആഘോഷിക്കാൻ കഴിയട്ടെ, ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മലയാള ഭാഷയുടെ, നമ്മുടെ മാതൃഭാഷയുടെ ഒരു ചെറിയ പ്രതിജ്ഞ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. മലയാളം എൻ്റെ ഭാഷയാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എന്നെ തലോടുകയും തടവുകയുമൊക്കെ ചെയ്യുന്ന എൻ്റെ നാടിൻ്റെ ഭാഷയാണ്. അതോടൊപ്പം തന്നെ ഏത് നാട്ടിൽ ചെന്നാലും എന്നെ സ്വപ്നം കാണാൻ സഹായിക്കുന്നത് എൻ്റെ ഭാഷയാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്.